ബന്ധപ്പെടാം. എന്തായാലും ഇപ്പോൾ ഇറാന്റെ മിസൈൽ ആക്രമണം എന്നത് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. ഇസ്രായേൽ സേന തന്നെയാണ്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF ആണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം നൽകിയിട്ടുള്ളത്. ഇസ്രായേലിലെ ജനതയോട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ജനതയ്ക്കടക്കം അലർട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അറിയിച്ച ശേഷം മാത്രമേ പുറത്തേക്ക് ഇറങ്ങാവൂ. സാധാരണ നിലയിൽ 10-15 മിനിറ്റൊക്കെയാണ് ബങ്കറുകളിൽ അല്ലെങ്കിൽ സുരക്ഷിതമായ ഇടങ്ങളിൽ കഴിയേണ്ടി വരുന്നത് എങ്കിൽ പറയുമ്പോൾ മാത്രം പുറത്തിറങ്ങുക. ഇപ്പോഴിതാ പ്രേക്ഷകർക്ക് ഏറ്റവും പുതിയ ദൃശ്യങ്ങളടക്കമാണ് കാണാൻ സാധിക്കുന്നത്. വലിയ തോതിലുള്ള ഉഗ്ര സ്ഫോടന ശബ്ദത്തോടെയുള്ള സ്ഫോടനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് പ്രദേശങ്ങളിൽ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നു, ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മിസൈലുകൾ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് പതിക്കുന്നത് എന്നതാണ്. ഇത് എത്രത്തോളം വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തി വെച്ചിട്ടുള്ളത് എന്നതാണ് ഇനി അറിയേണ്ടത്. ഇന്ത്യക്കാർ ഉൾപ്പെടെ, ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇസ്രായേലിൽ ഉണ്ട് എന്നതാണ് ഇന്ത്യയുടെ ആശങ്ക ഏറ്റുന്നത്. ഇപ്പോൾ ഏതാണ്ട് 8:30 9 മണിയോട്, അതായത് ഇസ്രായേലിന്റെ പ്രാദേശിക സമയം രാത്രി 9 മണിയോട് എടുക്കുന്നു. ഈ രാത്രി വലിയ ആശങ്കപ്പെടുത്തുന്ന ഒന്നായി മാറുന്നു. എത്രത്തോളം തയ്യാറെടുപ്പോടുകൂടിയാണ് ഇറാൻ ഇസ്രായേലിന് മേൽ ഈ അസ്ത്രങ്ങൾ തൊടുക്കുന്നത്, ഈ ആയുധവർഷം നടത്തുന്നത് എന്നതാണ് ഇനി അറിയേണ്ടത്. പ്രഹരശേഷി ഏറെയുണ്ട് എന്ന് അവകാശപ്പെടുന്ന രാജ്യം കൂടിയാണ് ഇറാൻ. ആണവ ആയുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് അവകാശപ്പെടുന്ന രാജ്യമാണ്. ഇറാന്റെ ആണവ ശേഷി എന്ത് എന്നതിൽ ഇപ്പോഴും മറ്റു ലോകരാജ്യങ്ങൾക്ക് വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണം എങ്ങനെയായിരിക്കും എന്നത് അവ്യക്തമായി മാറുന്നത്.